ഈ സീരിയസ് ആയ ഡിസ്കഷൻ എന്താണെന്നായിരിക്കും അല്ലേ? ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ, പക്ഷെ ചെറുതായി ഒന്ന് വഴിതെറ്റി. ഈ രണ്ട് ഫുഡീസിൻ്റെ കൂടെ കൂടി പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂം ചേഞ്ചിൽ വന്നേക്കുന്നത് കൗബോയ് തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള മസ്കറ്റിലുള്ള സ്മോക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ ശരിക്കും ഒരു കംപ്ലീറ്റ് കൗബോയ് തീമിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. മസ്കറ്റിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മോക്ക്ഡ് മീറ്റ് ആൻഡ് ബ്രിസ്ക്കറ്റ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ സ്മോക്ക് ഹൗസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നപ്പോൾ തന്നെ എല്ലാ സ്റ്റാഫും ഈ കൗബോയ് തീമിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യുന്നത് തന്നെ കിഡായിരുന്നു. അവരുടെ ഒരു സിഗ്നേച്ചർ മൊഹിറ്റോ ആണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് നോക്കി വെച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഗൈസ് സ്റ്റീക്കും പിന്നെ അതുപോലെ കാലിഫോർണിയ ഷാങ്ക് ബോക്സും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കാലിഫോർണിയ ഷാങ്ക് ബോക്സ്. ഇത് ശരിക്കൊരു ലാംബ് ഐറ്റമാണ്. മട്ടൺ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്. പിന്നെ അവർ ശരിക്കും 14 hours സോഫ്റ്റായിട്ട് ഒരു യുണീക്ക് റെസിപ്പി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള മീറ്റാണ് കേട്ടോ. അത് ശരിക്കും ദ ഫ്രഷ് വൺ ഓഫ് ദ ടേസ്റ്റിയസ്റ്റ് മീറ്റായിരുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതവർ സെർവ് ചെയ്തത് തന്നെ ഈ ഒരു പാനിപ്പൂരിയുടെ പൂരിനകത്ത് മീറ്റ് ഫില്ല് ചെയ്തു, പിന്നെ അതിനകത്തേക്ക് ഹണി ഒഴിച്ചു. പിന്നെ ഇവരുടെ ഒരു ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു, ഒരു പിക്കിൾ പോലെ അങ്ങനെ എന്തോ. അത് അതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു സ്പൈസി പൗഡർ എന്തോ, നമുക്കിങ്ങനെ മുളക് പൊടിയൊക്കെ പോലത്തെ ഒരു ഫീൽ വരുന്നൊരു സാധനം, അതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾക്ക് വായിലേക്ക് വെച്ച് തരുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. ആ ഹണിയുടെ ഒരു സ്വീറ്റ്നെസ്സും മീറ്റിൻ്റെ ആ ഒരു ടെൻഡർനെസ്സൊക്കെ കൂടെ വായിൽ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിന് കൂടെ നമുക്ക് പിക്കിൾ ഉണ്ടായിരുന്നു, കോൾസ്ലോ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈസ് ഉണ്ടായിരുന്നു, ലോഡഡ് ഫ്രൈസ് ഉണ്ടായിരുന്നു. നമ്മളീ കുഞ്ഞിക്കാലത്ത് ഇങ്ങനെ ബബിൾ ഉണ്ടാക്കി കളിക്കില്ലേ, എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇതാണ് നമ്മുടെ ബ്ലൂ ലഗൂൺ മോക്ടെയിൽ. ഇത് ഒരു സ്മോക്ക്ഡ് ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇവർ ഈ സ്മോക്ക് കൊണ്ടുവന്ന് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് ടച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞതും ഈ സ്മോക്ക് ഇങ്ങനെ ഇതിനകത്ത് മെൽട്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ ഷെഫ് വന്നിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ലെമൺ ജ്യൂസ് ഒഴിച്ചു, പിന്നെ അത് മിക്സ് ചെയ്ത് തന്നു. ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൂ ക്യൂറാക്കോ, പിന്നെ ആപ്പിൾ ജ്യൂസ്, ലെമൺ ജ്യൂസ്, റെഡ് ബുൾ, അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിരുന്നു ഈ ഡ്രിങ്ക്. അവരുടെ മെനുവിൽ നിന്ന് ഞാൻ വായിച്ചെടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡ്രിങ്കൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ നടന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ബീഫ് ആക്ച്വലി ഞാൻ കഴിക്കില്ല. ഈ 4 ഗൈസ് സ്റ്റീക്ക് ആക്ച്വലി ബീഫ് ഐറ്റമാണ്. അത് ചേട്ടനും അച്ചും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന് കൂടെ ഒരു BBQ സോസും പിന്നെ ഒരു മാക്ക് ആൻഡ് ചീസ് പാസ്ത ഉണ്ടായിരുന്നു. പാസ്ത വേറെ ലെവലായിരുന്നു ഗൈസ്. ബീഫാണെങ്കിലും ഇവർ സ്ലൈസ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ കാണാൻ, ലൈക്ക് ഒരു പീസ് ഓഫ് കേക്ക് പോലെ അത്ര സ്മൂത്തായിട്ടായിരുന്നു അവരിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ വായിൽ വെള്ളം വരിക, കാരണം ഇറ്റ് വാസ് വെരി ടേസ്റ്റി. എനിക്ക് ആ പാസ്തയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ബ്ലൂബെറി മൊഹിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രഷ് ബ്ലൂബെറിയുടെ ഫ്ലേവറും പിന്നെ ഒരു മിൻറ്റ് ലീവ്സ്, ലെമൺ, അതിൻ്റെയൊക്കെ ഫ്ലേവർ ആയിരുന്നു. ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് ഫുഡെല്ലാം കംപ്ലീറ്റ്ലി തീർത്തു കഴിച്ചു. അതിൽ ഒരു തുണ്ട് പോലും ബാക്കി വയ്ക്കാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു തീർത്തു. ബിക്കോസ് ഇറ്റ് വാസ് വെരി വെരി ടേസ്റ്റി. അങ്ങനെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മൾ അവിടെ സ്മോക്ക് ഹൗസിൽ നിന്നും ബൈ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അഫോർഡബിൾ ഓപ്ഷൻ എന്ന് ഞാൻ പറയില്ല, ബട്ട് 1 time ട്രൈ ആൻഡ് ഇറ്റ്സ് വർത്ത് ദ മണി. അത്ര അടിപൊളി ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡാണ് കേട്ടോ അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ ലേഡിയായിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. സോ ഇറ്റ് വാസ് ഓസം ഗൈസ്. സോ വീക്കെൻഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.